ഇന്നത്തെ എപ്പിസോഡിൽ ബിഗ് ബോസ് ഒരു ഫൺ ടാസ്കുമായിട്ട് വരുന്നുണ്ട്. ഫൺ ടാസ്ക് എന്ന് വെച്ചാൽ ഫൺ ടാസ്ക് ആണ്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ പലതരത്തിലും പല ഈഗോയും വർക്കൗട്ടായിട്ട് പല പ്രശ്നങ്ങളും വഴക്കുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു ഫൺ ടാസ്കുമായിട്ടാണ് ബിഗ് ബോസ് വരുന്നത്. ഫൺ ടാസ്കുകൾ പലപ്പോഴും ബിഗ് ബോസിൽ അങ്ങനെയാണല്ലോ, വഴക്കിലാണ് അവസാനിക്കാറ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് ബിഗ് ബോസ് ഒരു ഫൺ ടാസ്ക് കൊണ്ടുവരുന്നു. കുറച്ച് ചിറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഈ ചിറ്റുകളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് ഒളിപ്പിക്കൽ കാർഡ്, പല പല കാർഡുകളാണ്. എല്ലാ കാർഡുകളും ലാലേട്ടൻ കീറിക്കളഞ്ഞല്ലോ പ്രോമോയിൽ. പക്ഷേ ഇന്ന് കുറേ കാർഡുകളായിട്ട് ലാലേട്ടൻ വരുന്നുണ്ട്. ഇതിൽ ഒളിപ്പിക്കൽ കാർഡ് ആർക്ക് കൊടുക്കുമെന്ന് അനീഷിനോട് ചോദിക്കുമ്പോൾ അനീഷ് അതിൻ്റെ ആ ഒരു കിരീടം കൊടുക്കുന്നത് ആര്യനാണ്. ഒരു പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആര്യനേക്കാൾ കൂടുതൽ ഒളിപ്പിക്കൽ ചേരുന്നത് നിവിനാണ്. നിവിന് കൊടുക്കുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലത്. ആര്യൻ ശരിയാണ്, ടാസ്കിൻ്റെ ഭാഗമായിട്ട് 2 കാർഡുകൾ 2 കോയിൻസ് ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. 3-4 കോയിൻസ് ഒളിപ്പിച്ച് വെച്ചു. ആ ഒരു ദേഷ്യത്തിലായിരിക്കാം അനീഷ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ എല്ലാം ഒളിപ്പിച്ച് വെക്കുന്ന ആളാരാ? നിവിനാണ്. അപ്പം നിവിനായിരുന്നു ആ കാർഡ് കുറച്ചുകൂടി ചേരുക. പിന്നെ സേഫ് കാർഡ് ആർക്ക്? സാബുമാന ആയിരിക്കുമല്ലോ സേഫ് കാർഡ് കൊടുക്കേണ്ടത്. പക്ഷെ ലക്ഷ്മി ആയതുകൊണ്ട് ലക്ഷ്മി അത് സാബുമാനെ കൊടുക്കാണ്ട് വേറെ ആർക്കെങ്കിലുമൊക്കെ ആയിരിക്കും കൊടുക്കുക. പിന്നെ കോമൺ മാൻ കാർഡ് അത് ആർക്കാ കൊടുക്കുക എന്ന് ചോദിക്കുമ്പോൾ ആര്യൻ അത് അനീഷിന് കൊണ്ടുപോയി കൊടുക്കുന്നു. അവർ 2 ആളും തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളി വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അനുമോള് വരുന്നത്. അനുമോള് വന്നിട്ട് ഒരു കാർഡ് എടുക്കുന്നു. ആ കാർഡ് അനുമോള് വായിക്കുന്നുണ്ട്, മറ്റുള്ളവരാരും കാണിക്കുന്നില്ല. അപ്പോൾ ലാലേട്ടൻ പറയാം, എന്താ അനുമോളെ ഈ കാർഡ് അനുമോൾ ആർക്ക് കൊടുക്കും? അനുമോളുടെ തലയിൽ തന്നെ വെക്കാനല്ലാതെ അത് മറ്റാർക്ക് കൊടുക്കാൻ പറ്റും? ലാലേട്ടൻ വരെ ചിരിച്ചു പോയി അനുമോളുടെ ആ ഒരു ചിരി കണ്ടിട്ട്. അനുമോൾ ആ കാർഡ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്, കരച്ചിൽ കാർഡ്. ആ കാർഡ് ലാലേട്ടൻ പറയും അനുമോളുടെ തലയിൽ തന്നെ വെച്ചോ എന്ന് പറയാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അനുമോളായതുകൊണ്ട് അനുമോളുടെ തലയിൽ തന്നെ ആ കാർഡ് വെക്കാനാണ് സാധ്യത കാണുന്നത്. നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ പിന്നെ അവിടെ കരയുന്നത് പ്രത്യേകിച്ച് അക്ബർ കരഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഷാനവാസ് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് കൊടുക്കാം. എന്തായാലും അനുമോള് മിക്കവാറും അനുമോളുടെ തല തന്നെ വെക്കാനായിരിക്കും സാധ്യത. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക. എന്തായാലും അടിപൊളി ഫൺ ടാസ്ക് എന്ന് വരുന്നുണ്ട്. ഫൺ ടാസ്കിൽ എന്തൊക്കെ ഫൺ എലമെൻറ്റ്സ് ആണ് ഉള്ളതെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.